വിശദാംശങ്ങളിലേക്ക്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് ശേഷം ഒടുവിൽ പോയ ക്ഷേത്രം ഭാരവാഹികളാണ് പിടിയിലായത്. അടിമാലിയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും. എബി, 5 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. എങ്ങനെയാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത്? മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി, അർദ്ധരാത്രിയോടുകൂടിയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ഹിൽപാല സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവർ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ മൂന്നാർ, അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. ഇവരുടെ ഫോൺ ട്രാക്ക് ചെയ്ത് തന്നെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെയൊക്കെ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നിരുന്നു. ബന്ധുവീടുകൾ ഉൾപ്പെടെ പോലീസിന്റെ പരിശോധനകൾ ഉണ്ടായിരുന്നു. അവസാനമാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇവരെ പിടികൂടുന്നത്. ഇവരെ അതിനുശേഷം തന്നെ തൃപ്പൂണിത്തുറ ഹിൽപാല സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ മജിസ്ട്രേറ്റ് അന്വേഷണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നപ്പോൾ ഫീൽഡ് അവിടെ സംഭവ സ്ഥലത്ത് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചി സബ് കളക്ടറായിട്ടുള്ള കെ മീരയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലയുള്ളത്. ഇന്ന് 11 മണിയോടുകൂടി ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും. ഒപ്പം തന്നെ പോലീസിന്റെ പരിശോധനകളും ഉണ്ടാകും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെ നടന്നിരുന്നു. അതിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. അതെല്ലാം തന്നെ ലാബിലേക്ക് അയക്കുന്ന നടപടികളിലേക്കും കടക്കും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ അവർ വക്കീലിനെ കണ്ടിരുന്നു. അതിനുശേഷം നിയമ ഉപദേശം തേടിയിരുന്നു. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതി അതിനെ സമീപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം വേഗത്തിലാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം സർക്കാർ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലതാമസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്രയും നാൾ ഇങ്ങനെ തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം 10 വീടുകളോളം പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. ഒപ്പം ഭാഗികമായി തകർന്ന വീടുകളുണ്ട്. ഇവയിലൊന്നും തന്നെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഭിത്തികളെല്ലാം തന്നെ വിണ്ടുകീറി അത്തരത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന നിലയിലാണ് കെട്ടിടങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും താമസിക്കാൻ കഴിയില്ല. വാതിലുകളും ജനലുകളും എല്ലാം തന്നെ തകർന്ന സാഹചര്യത്തിൽ അവർക്ക് അവിടെ നിന്ന് പോകാനും കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുക വേഗം തന്നെ ലഭ്യമാകണം. അതാണ് അവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ കാലതാമസം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി സമീപിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ കുടിവെള്ളം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ ഈ ജലസ്രോതസ്സുകളിലേക്ക് കലർന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ വെള്ളം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. ഈ കിണറുകളെല്ലാം തന്നെ ശുദ്ധീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനുള്ള നടപടികളെല്ലാം തന്നെ നഗരസഭ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നഗരസഭ ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അത് തുടർന്നുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം വളരെ വേഗം തന്നെ നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ സ്ഫോടക വസ്തുക്കൾ അവിടേക്ക് ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പിടിയിലായവരിലുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ശരി, അടുത്ത മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. എബി ജോൺ തോമസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.